കാലടി സംസ്കൃത സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാൻ പോലീസ് സഹായം തേടിയ അധികൃതർ രാത്രി 11-ന് ഹോസ്റ്റലുകൾ അടയ്ക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. ഇടത് സിൻഡിക്കേറ്റിനെതിരായ SFIയുടെ സമരം ഒരാഴ്ച പിന്നിട്ടു. ക്യാമ്പസ് ലഹരിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാലടിയിൽ ഇടത് സിൻഡിക്കേറ്റും SFI യൂണിയനും നേർക്കുനേർ പോര്. പുതിയ നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരത്തെ ബാധിക്കും എന്നതാണ് SFI വാദം. 9:30 മുൻപ് ഹോസ്റ്റലിൽ കയറണമെന്ന തീരുമാനം UG PG വിദ്യാർത്ഥികൾക്ക് റീഡിംഗ് റൂം സൗകര്യം ഉപയോഗിക്കാൻ തടസ്സമാകുമെന്നും സമരക്കാർ പറയുന്നു. ഇടത് സിൻഡിക്കേറ്റ് നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് റിപ്പോർട്ടറിനോട്. സർവകലാശാലയിൽ ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ വിദ്യാർത്ഥികളാണല്ലോ സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ വിദ്യാർത്ഥികളുമായൊരു പ്രാരംഭ ചർച്ച അവിടുത്തെ അധികാരികൾ നടത്തേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ചർച്ച ഇത്തരം പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളോട് നടത്തിയിരുന്നില്ല. അവിടെ വിദ്യാർത്ഥി വിരുദ്ധമായൊരു നിലപാട് അവർ സ്വീകരിച്ചതിനകത്തുണ്ടായി. ആ ഉണ്ടായ നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വിദ്യാർത്ഥികൾക്കാകെ അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും വിദ്യാർത്ഥികൾക്ക് റീഡിംഗ് റൂം ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ലെന്നുമാണ് സിൻഡിക്കേറ്റിന്റെ വിശദീകരണം. ക്യാമ്പസ് ലഹരിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതെന്നും സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നു. CPIM നേതാവ് KS അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയാണ് നിയന്ത്രണങ്ങളിൽ നിലപാടെടുത്തത്. SFI സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടതോടെ കാലടി സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റും SFIയും തമ്മിലുള്ള പോര് മുറുകുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി.